Books are a window to see the world around us. Reading books is a source of knowledge. It makes our mind active. It increases new words. It makes us a complete person and a better person. It leads us from darkness to light. In this COVID time, a friend that is always beside us are books. They give us fun, peace, and happiness. So, friends, develop the habit of reading books. Thank you. Now, our friend Alisa Martin of 2E will share a story with us. So, friends, sit back and enjoy. Good morning, teachers and my dear friends. I am Elisa Martin George of class 2E. Today I am going to share with you a very interesting book that I got to read. The book is called How the Grinch Stole Christmas, written by Dr. Seuss. The Grinch is an imaginary creature who hates happiness and lives alone in a cave. So his heart is 2 sizes smaller. After a little miles, stays a village called Whoville. The people of Whoville are called Whos. Every Who in Whoville loves Christmas, but only the Grinch doesn't. So, while the Whos were getting ready to celebrate Christmas on the next day, the Grinch was getting so angry because Christmas is here. So he decided to steal everything: the food, the toys, the gifts and the decorations. So after a whole night of stealing, he decided to throw them up the cliff. By the time he climbed up the cliff, it was already morning. So he listened to hear the cries of the Whos. But instead of crying, what did he hear? He heard joy and laughter and singing. So the Grinch understood that the real meaning of Christmas doesn't mean all the food, toys, gifts and decorations, but it means spending time together and spreading the joy. So the Grinch decided to return everything he stole, and it's believed that his heart grew 3 sizes bigger. This is an imaginary story, but its moral is very real. I suggest you all to read this book. Thank you. കൂട്ടുകാരെ, പുസ്തകങ്ങൾ നമുക്ക് എന്താണ് തരുന്നത്? പുസ്തകങ്ങൾ നമുക്ക് മഹത്തായ അനുഭവങ്ങൾ തരുന്നു. അവ നമുക്ക് മഹാന്മാരുമായി കൂട്ടുകൂടാൻ അവസരം തരുന്നു. അറിവിന്റെ വലിയൊരു ലോകമാണ് പുസ്തകങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നത്. സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിന്റെ വായനാ വാരത്തിന്റെ ഭാഗമായി 6Cയിൽ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാരി പൂർണ്ണശ്രീ കെ നായർ താൻ വായിച്ച ഒരു പുസ്തകത്തിന്റെ അവലോകനമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ധാരാളം വായിക്കാനും വരയ്ക്കാനും ഇഷ്ടമുള്ള പൂർണ്ണശ്രീ ഇംഗ്ലീഷിൽ ചെറുകഥകളും കവിതകളും എഴുതി തൻ്റെ ബ്ലോഗിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പലതിനും സമ്മാനവും ലഭിച്ചു. ഈ മിടുക്കിയുടെ അവലോകനം നമുക്കൊന്ന് കേട്ടാലോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ടെറ്റ്സുകോ കുറിയോനാഗിയുടെ ടോട്ടോ-ചാൻ എന്ന പുസ്തകമാണ്. ഈ പുസ്തകം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ്. നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ടോട്ടോ-ചാൻ. യഥാർത്ഥത്തിൽ ജാപ്പനീസ് ഭാഷയിലാണ് ടോട്ടോ-ചാൻ എഴുതിയത്. എന്നാൽ ഇന്ന് 30ഓളം ലോക ഭാഷകളിൽ ടോട്ടോ-ചാൻ ലഭ്യമാണ്. ഞാൻ വായിച്ചത് മലയാളത്തിൽ കവി ശ്രീ അൻവർ അലി എഴുതിയ പരിഭാഷയാണ്. 1981 ടെറ്റ്സുകോ അവരുടെ പ്രൈമറി വിദ്യാലയത്തെപ്പറ്റിയും അതിൻ്റെ ഓർമ്മകളെപ്പറ്റിയും എഴുതിയ ഒരു സുന്ദരമായ പുസ്തകമാണ് ടോട്ടോ-ചാൻ. ഈ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ജപ്പാനിൽ ഒരു സ്ത്രീ എഴുത്തുകാരിയുടെ
ആദ്യത്തെ ബെസ്റ്റ് സെല്ലിംഗ് നോവലാണ് ടോട്ടോ ചാൻ. ടെറ്റ്സുഗോ ജപ്പാനിൽ അറിയപ്പെടുന്ന ഒരു നടിയും കലാകാരിയുമാണ്. അവരുടെ കുട്ടിക്കാലത്തെ വിളിപ്പേരാണ് ടോട്ടോ. ടോട്ടോയുടെ ടോമോ സ്കൂളും ഹെഡ് മാസ്റ്ററും കൂട്ടുകാരും അധ്യാപകരെയും പറ്റി നല്ലൊരു കുട്ടിക്കഥയാണ് ടോട്ടോ ചാൻ. ടോട്ടോ ഒരു വികൃതി കുട്ടിയായിരുന്നു. എപ്പോഴും കുസൃതികൾ കാട്ടിക്കൊണ്ടിരിക്കും. അവൾ 1ാം ക്ലാസ്സിൽ മറ്റൊരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പക്ഷേ എപ്പോഴും അവൾ ഡെസ്ക് തുറന്ന് ഒരുപാട് സൗണ്ടിൽ തിരിച്ചടയ്ക്കും. ജനാലയുടെ അടുത്ത് പോയി നിന്ന് പുറം കാഴ്ചകൾ കാണാനും അവിടുത്തെ നാടോടികളടുത്ത് സംസാരിക്കാനുമാണ് അവൾക്കിഷ്ടം. പക്ഷെ അവളുടെ ഈ കുസൃതികൾ കാരണം അവളെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കി. സ്കൂളിൽ നിന്ന് പുറത്താക്കിയ സങ്കട വിവരം അവളെ അറിയിക്കേണ്ട എന്ന് കരുതി അവളുടെ അമ്മ കോബയാഷി ഹെഡ് മാസ്റ്ററിന്റെ ടോമോ സ്കൂളിൽ അവളെ ചേർത്തു. വളരെയധികം പ്രത്യേകതകളുള്ള സ്കൂളായിരുന്നു ടോമോ സ്കൂൾ. ടോട്ടോ, നീ ഈ സ്കൂളിന്റെ കുട്ടിയാണ്. ടോട്ടോ, നേരായും നീ ഒരു നല്ല കുട്ടിയാണ്. എപ്പോഴും അവളുടെ ഹെഡ് മാസ്റ്റർ അവളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കുമ്പോൾ അവളുടെ സന്തോഷം നമുക്ക് ഊഹിക്കാമല്ലോ. ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ടോമോ സ്കൂളിന്. ക്ലാസ് മുറികൾക്ക് പകരം ട്രെയിൻ ബോഗികൾ, മലയിൽ നിന്നും കടലിൽ നിന്നും വിഭവങ്ങൾ കൊണ്ടുവന്ന് പങ്കിട്ട് കഴിക്കുന്ന ലഞ്ച് ബ്രേക്കുകൾ, സുന്ദരമായ മ്യൂസിക് ക്ലാസ്സുകൾ, കൃഷി ചെയ്ത് സയൻസ് പഠിക്കുന്ന സയൻസ് പീരീഡുകൾ, ഉച്ച നടത്തം, ഇതൊക്കെയായിരുന്നു ടോമോ സ്കൂളിന്റെ പ്രത്യേകതകൾ. ഇനി സ്കൂളിനെ പറ്റി ടോട്ടോയുടെ സ്കൂളിനെ പറ്റി പറയുന്ന ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം. ടോമോയിലെ പാഠങ്ങൾ. തീവണ്ടി പള്ളിക്കൂടത്തിലെ പഠനം എന്നത് തന്നെ വിചിത്രമായ ഏർപ്പാടാണ്. അതിലും ബഹുവിചിത്രമാണ് അവിടുത്തെ ഇരിപ്പിടങ്ങളുടെ കാര്യം. പഴയ സ്കൂളിൽ ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള പതിവ് സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും എപ്പോൾ എവിടെ വേണമെങ്കിലും ഇരിക്കാം. യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന ഡെസ്കുകളും കസേരകളും. കുറെ നേരത്തെ ആലോചനകൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം തനിക്ക് തൊട്ട് പിന്നാലെ ക്ലാസ്സിലെത്തിയ ആ പെൺകുട്ടിയുടെ അടുത്തിരിക്കാൻ ടോട്ടോച്ചാൻ നിശ്ചയിച്ചു. ഹായ്, ആ കുട്ടിയുടെ ഫ്രോക്കിലെ ഞൊറിയിൽ ഒരു വെളുത്ത മുയലിന്റെ പടമുണ്ട്. ഉവ്, അവിടെ ഇരിക്കാം. അങ്ങനെയാണ് അവൾ ആ തീരുമാനത്തിലെത്തിയത്. ഏറ്റവും വിചിത്രം ടോമോയിലെ പാഠങ്ങളായിരുന്നു. സാധാരണഗതിയിൽ സ്കൂളിൽ കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാകുമല്ലോ. അതായത് 1ാമത്തെ പീരിയഡ് ഭാഷയാണെങ്കിൽ ആ 1 മണിക്കൂർ ഭാഷ മാത്രം പഠിക്കുക. അടുത്ത പീരിയഡ് കണക്കാണെങ്കിൽ അത് മാത്രം. പക്ഷേ ടോമോയിലെ രീതി തികച്ചും വ്യത്യസ്തമാണ്. ഓരോ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങളുടെ മുഴുവൻ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും അന്നന്ന് ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ ടീച്ചർ തയ്യാറാക്കും. ശേഷം ഇപ്രകാരം പറയും: ഇനി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിന്ന് തുടങ്ങിക്കോളൂ. ഏത് വിഷയത്തിൽ നിന്ന് തുടങ്ങുന്നു എന്നത് പ്രശ്നമല്ല. ഒരാൾക്ക് ഭാഷയിൽ നിന്ന് തുടങ്ങാം, മറ്റൊരാൾക്ക് കണക്കിൽ നിന്നാകാം തുടക്കം, ഇനി ഒരാൾക്ക് മറ്റേതെങ്കിലും വിഷയമായേക്കാം. ഈ അധ്യയന രീതി കുട്ടികൾ മുതിർന്ന ക്ലാസ്സിലെത്തും തോറും അവരെ അടുത്തു നിന്ന് മനസ്സിലാക്കാൻ അധ്യാപകർക്ക് സഹായകരമായി. ടോമോയിലത് ഏതുകൊണ്ടും ഉത്തമമായ ഒരു രീതിയായിരുന്നു. ഊണ് തീവണ്ടിയിൽ വച്ചല്ല, അസംബ്ലി ഹാളിലാണ്. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് ടോട്ടോച്ചാനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ മാസ്റ്റർ പറഞ്ഞു. അവർ ഹാളിലെത്തി. മേശകളും കസേരകളും നീക്കി നിരക്കുന്നതിൻ്റെ പരുക്കൻ ശബ്ദം. കുട്ടികൾ ഊണിനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ ഇരിപ്പിടങ്ങൾ വട്ടത്തിലിട്ട് ക്രമീകരിച്ചു കൊണ്ടിരുന്നു. ടോട്ടോച്ചാൻ മാസ്റ്ററോടൊപ്പം വിശാലമായ ഹാളിന്റെ ഒരു കോണിൽ മാറി നിന്നു. അവർ ശ്രദ്ധിക്കുകയായിരുന്നു.
ബാക്കി കുട്ടികളൊക്കെ എവിടെയാ? മാസ്റ്ററുടെ നീലൻ ഷർട്ടിന്റെ തുഞ്ചത്ത് പിടിച്ച് വലിച്ചുകൊണ്ട് അവൾ സംശയം പ്രകടിപ്പിച്ചു. എല്ലാവരും ഉണ്ടല്ലോ, മാസ്റ്റർ പറഞ്ഞു. എല്ലാവരും? അവൾ അത്ഭുതം കൂടി. പഴയ സ്കൂളിലാണെങ്കിൽ ഒരു ഡിവിഷനിൽ തന്നെ ഇത്രയും പേരുണ്ടാവും. അപ്പോ ഈ ഇരിക്കുന്നത്രയും പേരേ ഉള്ളൂ മൊത്തം? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. അത്രേ ഉള്ളൂ, മാസ്റ്റർ പറഞ്ഞു. എല്ലാത്തിലും പഴയ സ്കൂളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടം, അവൾ വിചാരിച്ചു. കുട്ടികളെല്ലാം കസേരയിൽ ഇരിപ്പ് പിടിച്ചു കഴിഞ്ഞിരുന്നു. മാസ്റ്റർ ചോദിച്ചു, കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ചോറ്റുപാത്രങ്ങൾ ചറ പറയുന്ന തുറന്നുകൊണ്ട് കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു. കാണട്ടെ കാണട്ടെ. മാസ്റ്റർ മേശകളിലിടയിൽ കൂടെ നടക്കാൻ തുടങ്ങി. അദ്ദേഹം ഓരോ പാത്രത്തിന്റെ അടുത്തെത്തുമ്പോഴും കുരുന്ന നാവുകൾ ശബ്ദമുയർത്തി ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. മാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് പിടികിട്ടിയില്ല. കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവരികയോ? ഹായ്, നല്ല തമാശ തന്നെ. കൊച്ചു ടോട്ടോ കൗതുകത്തോടെ ചിന്തിച്ചു. ഉച്ചയൂണിന് ഇത്ര രസമുണ്ടാവുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇവിടം വ്യത്യസ്തമാണ്, വിചിത്രമാണ്. നാളെ മുതൽ താനും ഇവർക്കിടയിലിരുന്ന് ഊണ് കഴിക്കുന്ന രംഗം അവൾ സങ്കല്പിച്ചു നോക്കി. പാത്രം തുറക്കുക, കടലിനും മലകളിലും നിന്ന് കൊണ്ടുവന്ന പങ്ക് മാസ്റ്റർ കാട്ടിക്കൊടുക്കുക. ഹായ്! സന്തോഷം കൊണ്ട് അവൾക്ക് തുള്ളിച്ചാടണമെന്ന് കണ്ടും കേട്ടും ചെയ്തുമാണ് ടോമോ സ്കൂളിലെ വിദ്യാർത്ഥികൾ ജീവിത പാഠങ്ങൾ പഠിക്കുന്നത്. നമ്മൾ സയൻസ് ക്ലാസ്സിൽ പഠിച്ച ബാലൻസ് ഡയറ്റ് ഓർമ്മയില്ലേ? അതെന്ത് രസത്തിലാണ് അവിടുത്തെ ഹെഡ് മാസ്റ്റർ കുട്ടികളെ പഠിപ്പിച്ചത്. എല്ലാ ഉച്ചയൂണിനും കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവരിക. ഇതിലൊന്നില്ലെങ്കിൽ തമ്മിൽ പങ്കിട്ട് കഴിക്കുക. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വ്യത്യാസം ശാരീരികം മാത്രമാണെന്ന് ടോമോ സ്കൂളിന്റെ നീന്തൽ ക്ലാസ്സസ് ടോട്ടോയെ പഠിപ്പിച്ചു. ഇത് നമ്മുടെ സമൂഹവും ഓർത്തിരിക്കേണ്ടതല്ലേ? ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ ശ്രദ്ധ ആവശ്യമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ടോമോ സ്കൂളിന്റെ അധ്യാപകർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. കേവലം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ സ്കൂൾ ഒതുങ്ങിയപ്പോൾ കൂട്ടുകാരെ കാണാതെയും സംസാരിക്കാതെയും കളിക്കാതെയും വിഷമിച്ചിരിക്കുന്ന നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് ടോട്ടോച്ചാന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ സ്കൂളിനെ പറ്റിയുള്ള നിറം പകരുന്ന ഓർമ്മകളായിരിക്കും തിരിച്ചു വരുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും അധ്യാപകർക്കും അച്ഛനമ്മമാർക്കും ഒരേപോലെ ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു നല്ല കഥയാണ് ടോട്ടോച്ചാന്റെ. താൻ പഠിച്ച തന്നെ മാറ്റിമറിച്ച ടോമോ എന്ന വിദ്യാലയത്തെ പറ്റി കൂടുതൽ ആൾക്കാർ അറിയണം. അതുകൊണ്ടാണ് ടെറ്റ്സുകോ ടോട്ടോച്ചാൻ എന്ന പുസ്തകം എഴുതിയത്. പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ അവർ ലോകമെമ്പാടും അറിയുന്ന ഒരു പ്രശസ്ത എഴുത്തുകാരിയായി മാറി. ഒരുപാട് വിദ്യാലയങ്ങൾ ടോമോയുടെ ആശയം എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. ടെറ്റ്സുകോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യുണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡറായി മാറി. അങ്ങനെ അവർക്ക് ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കാൻ സഹായിക്കാൻ കഴിഞ്ഞു. ലളിതമായ എഴുത്തിലൂടെയും നല്ല വായനയിലൂടെയും എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കാം, അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ടോട്ടോയുടെ കഥ. അതേപോലെ ഒരു നല്ല അധ്യാപകനെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ സ്വാധീനിക്കാം എന്ന് കോബയാഷി മാസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഞാൻ വായനയുടെ ലോകത്തേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് വായിച്ചു വളരാം. Good morning. On June 19th this year, we celebrated the 26th edition of the National Reading Day, an annual event that falls on the death anniversary of Sri P. N. Panikkar, the man behind the library movement in Kerala. In 1977, he founded the Kerala Association for Non-Formal Education and Development, which was instrumental in beginning the Kerala State Literacy Mission that led Kerala to its universal literacy movement, becoming the first state in our country to achieve universal literacy. The P. N. Panikkar Foundation has been observing the Reading Day, Reading Week, and Reading Month celebrations
since 19th June 1996, the first annual Remembrance Day of Sri P.N. Panikkar. It has since become a mass movement to promote a culture of reading and book-mindedness among school students, youth, and the underprivileged population of our country. In 2017, Indian Prime Minister Narendra Modi declared June 19th Kerala's Reading Day as the National Reading Day of India. Vayichu Valaruga, or Read and Grow, is the motto of the National Reading Day. Reading gives us the ability to project ourselves into the lives of others and sink into alternative realities, whether it is the whimsical lance of Roald Dahl's fiction or a biographical memoir. The act of reading can transport us to new dimensions. This process can help us to mitigate the feelings of loneliness and estrangement, which are particularly common during this time of self-isolation and social distancing. Books can give us the opportunity to play with our own perspectives and imaginations. They can cheer us up when we are sad, they can motivate us when we are down, and can even give us company when everybody else is busy. Let's now hear a review of the book The Godfather by Varit Kishore. Good morning everyone, I'm Varit. The book I'm going to talk to you about today is one that is highly contradictory in some ways. It's a book that talks of murder and humility, of blackmail and justice, of blood wars and family, all in the same breath. It speaks of a man who is loyal, just, trustworthy, fatherly, and humble. A man who also happens to be the head of one of the biggest families in the American mafia. I'm pretty sure you must have guessed it by now. The man is Don Vito Corleone, and the book I'm talking about is The Godfather. Mario Puzo's modern classic is set in 1940s America, when gangsters overran the whole nation. The nearly 600-page novel is split into 9 parts, chronicling mostly the lives of Corleone himself, his 3 sons, Santino or Sonny, Federico and Michael, and his daughter Connie. All 4 are well loved, but Michael, the youngest, with his quiet dignity and natural knack for leadership, is the Don's chosen heir. The only problem, however, is that Michael himself has no interest whatsoever in his family's business. And he has no qualms in showing it either, defying his father in more ways than one. This leaves Corleone in a minor dilemma, for despite all his qualities, he is not immortal. The Corleones need a new Don, and fast. This is a major thread in a plot containing many. It's amazing how many people's lives are contained in just one book. Puzo's writing is blunt and engaging, infused with a sense of wry humor. And he paints a dark yet beautiful picture of what power means, both in the right hands and in the wrong. Corleone is a Don who, above all, cares deeply for the people under him, and that makes a world of difference in the way he goes about his work. He touches innumerable lives, making sure never to remain in someone's death for long. He is not a mindless brute, but a man of thought, strategy, and depth. The plot of this book is extremely difficult to summarize, for every subplot, from Michael's eventful stay in Sicily to the Corleones' bitter back and forth with the Tartaglia family, requires a summary of its own. Each of these has been treated with care and respect, much like the Don himself treats his subordinates, making for a beautiful story of intrigue, loyalty, and revenge. Does Sonny let his heart rule his head all the time? Or does he mature? Does Michael live up to his father's expectations? Or does the dutiful Federico take the name of Don for himself? And what of Connie, their sister? Is she made of stronger stuff than first thought? I have only one answer to all these questions. Read the book yourself and you'll see. In conclusion, Mario Puzo's magnum opus is termed a classic for a reason. This thrilling, racy, phenomenal tale